ഭയങ്കര അടിപൊളിയായിട്ടോ. ഇങ്ങനെ തണുത്ത് കാറ്റടിച്ചിട്ട് നമുക്ക് എന്താ പറയുക, മുഖമൊക്കെ നമുക്ക് വലിയ കാറ്റടിച്ചിരുന്നു നമ്മൾ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാനപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഡിസംബർ ആയിക്കഴിഞ്ഞല്ല നമ്മുടെ ടോപ്പ് ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ സൈഡിലേക്ക് എന്താ പറയുക, ആ ഫോഗ് വരുന്നത് കണ്ടത്, ഈ കാണുന്നതൊക്കെ ഫോഗാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നീങ്ങിയിട്ട് നമ്മുടെ ഇപ്പോഴത്തേക്ക് ഒരു നമ്മുടെ മോൾ ഏരിയ ഉണ്ടല്ലോ, ഇത് കണ്ടതൊക്കെ. ഞാനിപ്പോൾ ടോപ്പ് ഫ്ലോറിൽ നിന്ന് എടുക്കണോണ്ട് കുറച്ച് ക്ലിയറാണ്. എനിക്ക് എൻ്റെ ഫ്ലോറിൽ നിന്ന് ഒരു സാധനം കാണില്ലല്ലോ. ഇത്രേ ബസ്സൊക്കെ പോകണമെന്ന് താഴെ നോക്കുമ്പോൾ താഴെ കാണില്ല. എന്താ എനിക്ക് വെള്ളം പോലെ എന്തെങ്കിലും അവിടെ ഫുള്ളിങ്ങനെ വെള്ളം ഉണ്ടായി. അങ്ങനെ അടിപൊളിയായിട്ടോ നമ്മളിങ്ങനെ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ഫേസിലേക്ക് ഇങ്ങനെ മിസ്റ്റ് അടിക്കില്ലേ, കാറ്റിങ്ങനെ, അതുമാതിരി എടുക്കണ്ട. എൻ്റെ ബാക്കിൽ നോക്കി ഈ ഗ്ലാസ്സിലൊക്കെ കണ്ട ഇങ്ങനെ വെള്ളം വന്നിട്ട് ഒന്നും കാണാൻ പറ്റില്ല. ചുണ്ടൊക്കെ നമുക്ക് വലിയ. ഞാനപ്പോൾ ഈ ചുന വിട്ടായിട്ട് വേഗം ഇത് കണ്ടപ്പോൾ ഒരു മൂളയ്ക്ക് ഓടി വന്നതാണ് ഇതൊന്ന് എടുത്തു വെക്കാനായിട്ട്. ഇതൊക്കെ ഒരു മെമ്മറീസാണല്ലോ. ഇനി ഉണ്ടാവും കേട്ടോ. ഇനി ഡിസംബർ ഒരു പകുതിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇനി കിടക്കണുള്ളൂ. ക്രിസ്മസ് കഴിഞ്ഞൊരു ജാനുവരി ഒക്കെ ആകുമ്പോഴേക്കും ഭയങ്കര അടിപൊളി കാലാവസ്ഥയായിരിക്കും. ഫുൾ ഡേ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇത് ആദ്യം വരുമ്പോൾ നമുക്ക് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഓടി വന്നതാണ്. ഈ ബാക്ക് സൈഡിലേക്ക് അതില്ല, ഈ സൈഡിലേക്ക് ഇങ്ങനെ സ്പ്രെഡായി വരുന്നുള്ളൂ. ഇങ്ങനെ രാവിലെ തന്നെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയിട്ട് അതെ, നമ്മൾ മുകളിലെ തണുപ്പൊക്കെ കണ്ടില്ലേ. അപ്പം അങ്ങനെ ചെന്നൊക്കെ പാർക്കിലേക്ക് ഇതൊന്നും നടക്കാതെ ഇവിടെ പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിങ്ക് ട്രംപറ്റ്. ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ ഇവിടെ ഫുള്ള് തന്നെ ആയിരിക്കും കേട്ടോ. രാവിലെ ഇവിടെ വന്ന് നടക്കാൻ നല്ല വൈബാ. ആ ചെറിയ തണുപ്പും പിന്നെ ആ ചെറിയ മരങ്ങളൊക്കെ. നമ്മളിവിടെ വന്ന ടൈമില് 5 കൊല്ലമായിട്ട് അഞ്ചു കൊല്ലായി ഇവിടുത്തെ മരങ്ങളൊക്കെ വലുതായി. ഞങ്ങള് പറഞ്ഞോണ്ട് നടക്കായിരുന്നു. മരങ്ങളൊക്കെ നല്ല വലുതായി. അപ്പുറത്തെ സൈഡിലെ മരങ്ങളൊക്കെ ചെറിയ മരങ്ങളായിരുന്നു. ഞങ്ങൾ പഴയ വീഡിയോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം. ആദ്യത്തെ നമ്മുടെ പാരസിറ്റി വീഡിയോയിലൊക്കെ നോക്കിയാൽ കാണാം. നമ്മുടെ കണിക്കൊന്നൊക്കെ നല്ല വലുതായി. അതിപ്പോ നിങ്ങളിപ്പോ ഇത് കാണാൻ ഡിസംബർ മാസത്തിലാണ്. ഡിസംബറിൽ കണിക്കൊന്നേരം പൂവൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ട്. ഇപ്പൊ രണ്ടാമത് വരെ നട്ടു. ഇത് എത്ര വലുതായി. ഇത് നമ്മൾ വരുമ്പോ ചെറുതായി, നല്ല വലുതായി. ഡിസംബറിൽ കണിക്കൊന്ന കാണാൻ കിട്ടും. അതുകൊണ്ട് ശരിക്കും രാവിലെ ഇങ്ങനെ നടക്കുമ്പോഴേ എന്താ പറയാ, ആ തണുത്ത കാറ്റും ഒരു നമുക്ക് മൂക്കിലേക്ക് ഒരു ഫ്രഷ് എയറും പിന്നെ ഇവിടെ നടക്കുന്ന ബേർഡ്സിന്റെ സൗണ്ടൊക്കെ ആയിട്ട് ഭയങ്കര വൈബാണ് ശരിക്കും പാർക്കിൽ നടക്കാനായിട്ട്. അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും. നമ്മൾ താമസിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടുന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ട്രിപ്പൊന്ന് പോകുന്നതെന്ന് ചില സമയത്ത് തോന്നാറില്ല. ഇതാണ് ഡിസംബറിൽ ഞാൻ അങ്ങനെ പ്ലാനൊന്നുമില്ല. ഉച്ചൻ്റെ വെക്കേഷൻ ആയിട്ടില്ല, ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് കയറി. പക്ഷേ ഇവിടുത്തെ ഇത്ര നല്ല കാലാവസ്ഥ ഉള്ളപ്പോഴേ എന്തിനാണ് എവിടെയെങ്കിലും പോകണമെന്നുള്ള ചിന്തയില്ല. ഇപ്പോൾ അല്ലേ, നിറച്ച് മരങ്ങളായി. ഇപ്പോൾ ഇത് പണ്ട് ഇങ്ങനെ ചെറിയ മരങ്ങളായിരുന്നു, ഇപ്പം അതിങ്ങനെ ഫുൾ ജോയിൻ്റ് ആയിട്ട് അല്ലേ. മരങ്ങള് ജോയിന്റ് ആയിട്ട് ഫോട്ടോ വീഡിയോ എടുക്കുന്നത് ഭയങ്കര രസമായിട്ട്. ഇതിങ്ങനെ ജോയിന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതെ, ഇതിപ്പോ ചെറുതായിട്ട് ഇലകളൊക്കെ ഒന്ന് കൊഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ഓഫീസ് സ്പേസ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ കണ്ട് നടക്കാൻ രസമാണ്. അങ്ങനെ കുറച്ച് ഇല കൊഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ സൈഡിലൊക്കെ. താമരപ്പൂണ്ട് താമര ഉണ്ടായിരുന്നു, ഇപ്പൊ കാണില്ല. അപ്പൊ ഇവര് വേറൊരു ചെടിയാണ്. ആൽമരുണ്ട് ഏറ്റവും ഹൈലൈറ്റ്. ആ കയറി വരുമ്പോൾ ആൽമരാണ് പറയുന്നത്. അത് ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കണോണ്ടാണ് ഇപ്പൊ കുറച്ച് പൊടി, അല്ലെങ്കിൽ നല്ല ഡീറ്റെയിൽ കാണാൻ. അതിന്റെ ഒച്ചയൊക്കെ കേൾക്കണ്ടാവും ബാക്കിൽ. ഈ ബിൽഡിംഗ് ഇപ്പൊ പണി കഴിയാറായിട്ടുള്ളൂ. നിറച്ച് ബിൽഡിങ്ങളായി തുടങ്ങി. നമ്മള് വന്നപ്പോ എന്താ കാലിയായിരുന്നു. ഇപ്പൊ അവരുടെയൊക്കെ ഓഫീസ് സ്പേസ് ആണ് ഇതൊക്കെ. മോർണിംഗ് വാക്ക് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ പോവാം. കൺസ്ട്രക്ഷൻ കാരണം അവിടെ ആകെ പൊടിയാണ്. ക്രിസ്മസ് ട്രീ ഉണ്ടോ മാളില. ഇപ്രാവശ്യം വലിയ ട്രീ വെച്ചുള്ള അല്ലേ, നല്ല വലിയ ട്രീ ആണ്. കുറച്ച് ദിവസമായി ഇവിടെ. നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ വേറൊരു IT പാർക്കിന്റെ വർക്കർക്ക് ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പൊ അതിലേക്ക് എന്തോ കേട്ടിട്ട് ടർപ്പായിട്ട് മറ്റേ കവറിട്ട് മൂടി വെച്ചേക്കാം. മഴ എന്നാണ് വന്നത്. അതിനിപ്പോ ഇന്ന് വേറെ മെഷീൻ വന്നേക്കാം. എന്ത് നീട്ടത് ബിൽഡിംഗ് ഏകദേശം 25 ഫ്ലോർസ് ഉണ്ട്.
ആംബുലൻസ് ഒക്കെ കിടക്കുന്നുണ്ട്. അന്നും ഉണ്ടായിരുന്നു കേട്ടോ, വേറെ മെഷീൻ വന്നപ്പോഴും ഉണ്ടായിരുന്നു. എന്തെങ്കിലും ആക്സിഡന്റ് വിട്ടിക്കഴിഞ്ഞാലേ പ്രൊട്ടക്ഷൻ മറ്റേ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകമാണ്. ഇതിന്റെ മേലിലൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കയറ്റുന്നത്. അത് ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു മാത്രം വട്ടി നിൽക്കുന്ന വീഡിയോയിലൊക്കെ അങ്ങനെ കണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് കണ്ണോട് കാണുമ്പോൾ ഭയങ്കര ഒരു എത്ര പേരെ താഴെ വീഡിയോ എടുക്കാൻ തന്നെയെന്നോ. കഴിഞ്ഞ ദിവസം എന്റെ വൈറ്റ് അതിന്റെ പക്ഷെ താഴെ ഭയങ്കര വലിയൊരു മെഷീനായിട്ട് കാണുമ്പോൾ താഴ്ഭാഗം എന്ന് പറയുമ്പോൾ ആ താഴ്ഭാഗം നമ്മുടെ വണ്ടി ഭാഗം ഉണ്ടല്ലോ, അതധികം വലുതല്ല ഇതിന്. മറ്റേതൊരു വലിയൊരു ജമ്മിന്റെ സാധനമായിരുന്നു. രാവിലെ തന്നെ ക്രെയിനോട്ട് സാധനങ്ങൾ കയറ്റിയൊക്കെ ബിൽഡിങ്ങിന് പോണി അത്രയധികം സാധനങ്ങൾ കയറ്റിയൊക്കെയാണ്. ക്രെയിൻ വളഞ്ഞു അല്ലേ, വീഴോ വെച്ചു വിട്ടാ മറഞ്ഞു വീഴോ. ഇന്നലെ നമ്മൾ ക്രെയിനിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇന്നലെ നോക്കി അവിടെ നിറച്ച് കണ്ടെയ്നർമാരി ഉണ്ട്. എന്താന്ന് മനസ്സിലാവുള്ളൂ, വലിയ വലിയ ബോക്സ് കണ്ടാ നല്ല ഹെവിയെന്ന് കണ്ടല്ലോ അറിയാം. അത് പൊക്കിട്ടാണെങ്കില് നല്ല മഞ്ഞും മഴയും പൊടിക്കുന്നുണ്ടായിട്ട് നമുക്കൊരു ഊട്ടിയിലൊക്കെ പോയ കാലാവസ്ഥ. ഇവിടെ നിൽക്കാൻ വയ്യ തണുപ്പിടിച്ച്. നിൽക്കുമ്പോൾ നല്ല കാറ്റടിച്ച് കാറ്റടിച്ച സൗണ്ട് മിക്കാറും വീഡിയോയിൽ കേൾക്കുന്നുണ്ടാവും. ഞങ്ങൾക്ക് തന്നെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഈ കാഴ്ച കാണുമ്പോഴേ അകത്തേക്ക് പോകാൻ ഏകദേശം ഒരു 32 ഫ്ലോറിന്റെ ഹൈറ്റിലാണ് പൊക്കണത്. താഴെ കുറേ അങ്ങനത്തെ ഇതൊക്കെ കാണുമ്പോഴേ നമുക്കിവിടെ നിന്ന് മുമ്പ് ഈ ബിൽഡിംഗ് ഭയങ്കര ചെറുതായിട്ട് കാണാം. നമ്മള് ഇത്ര ഹൈറ്റിലല്ലേ താമസിക്കുന്നത്. പക്ഷെ താഴെ ചെന്ന് നോക്കുമ്പോഴാണ് ബിൽഡിങ്ങിന് ഇത്ര ഹൈറ്റ് ഉണ്ട്. അതിലേക്ക് അതാ വളഞ്ഞു പോണല്ലേ, ഞാൻ ഭയങ്കര ഒടിഞ്ഞു വീഴുന്നു. വളഞ്ഞു അതിങ്ങനെ ഇറക്കാനായപ്പോഴേക്കും അതിങ്ങനെ ബെൻഡാവുന്നുണ്ടല്ലേ. നമ്മളൊരു സാധനം ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താന്നല്ലേ, നമ്മുടെ ബാംഗ്ലൂരെ പൊടി ശല്യം കാരണം ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പൊടിയുടെ ആണോന്നറിയില്ല, ഭയങ്കര ഇപ്പോൾ നമുക്ക് അലർജിക്ക് ഒരു എപ്പോഴും എല്ലാവർക്കും ഒരു കോൾഡ് ചുമ അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്നാൽ നമുക്കിതൊന്ന് പരീക്ഷ നോക്കാമെന്ന് കരുതി വാങ്ങിക്കണതാണ്. ഇപ്പം എന്ത് വന്നാലും ആമസോണിന് പ്രത്യേകിച്ച് എക്സ്പെൻസീവായി എന്ത് വന്നാലും വീഡിയോ എടുത്ത് വെക്കേണ്ട അവസ്ഥ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി നമ്മളിപ്പോൾ എന്ത് വന്നാലും വീഡിയോ എടുക്കാറുണ്ട്. ഇത് കോമ്പാക്റ്റബിളാണ്, കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ അത് പ്രമോഷൻ അല്ല കേട്ടോ, നമ്മൾ പൈസ കൊടുത്ത് ഫുൾ പൈസയും കൊടുത്ത് വാങ്ങിക്കണതാണ്. ഇതൊരു അമേരിക്കൻ ബ്രാൻഡാണ്. ഇത് ഏറ്റവും കൂടുതൽ റിവ്യൂ ഉള്ളതിനകത്തുണ്ട്. ഇത് വാങ്ങിച്ചാൽ എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല, ഉപയോഗിച്ചിട്ട് പറയാം. അതെ, ഉപയോഗിച്ചിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും വീഡിയോയിൽ കാണിക്കാം. നമുക്ക് സ്ഥലത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടേ ഡൈസൺ പോയി നോക്കിയിരുന്നു. നമുക്ക് ഡൈസൺ ആയിരുന്നു താല്പര്യം ഉണ്ടായിരുന്നു വാങ്ങാൻ. ഇത് റൂം സൈസ് അനുസരിച്ചാണ് വാങ്ങണ്ടേന്ന്, സ്ക്വയർ ഫീറ്റിനനുസരിച്ചിട്ട്. അപ്പൊ യൂസ് ചെയ്തിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ വേറെ റൂമിലോട്ടും വാങ്ങിച്ചു വെച്ചാൽ മതി. ഇതിനധികം പൈസ ഇല്ല, 5 or 6 കൊണ്ടായിരുന്നു. വർക്ക് ചെയ്യണ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതെ, അല്ല വർക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഡസ്റ്റിന് ഒരു ഇത് കിട്ടണ്ടോന്നാണ്. ആണെന്നുണ്ടെങ്കിൽ പിന്നെ റൂമുകളിൽ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്തോളും. ഇത്ര മിനിറ്റ് കഴിയുമ്പോൾ ഓണായി ഇതായി. അപ്പൊ എയർ എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരുന്നോളും. കാണാൻ നല്ല ക്യൂട്ടാ, കോമ്പാക്റ്റബിൾ ആണ്. ഇപ്പോ ബാംഗ്ലൂർ ആണെങ്കിലും ഡൽഹി അങ്ങനെ എല്ലാ സ്ഥലത്തും ഭയങ്കര പൊടി, എപ്പോഴും കൺസ്ട്രക്ഷൻ ഭയങ്കര ശല്യം. നമുക്ക് ഡൈസൺ വാക്യൂം ക്ലീനർ ഉണ്ടല്ലോ, നമ്മൾ വീഡിയോ കാണുന്നവർക്ക് അറിയാം. നമ്മൾ പണ്ടേ തന്നെ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഡൈസണിൽ നിന്ന് ഡെയിലി പൊടി വാക്യൂം ചെയ്തിട്ട് കളയണുണ്ടെങ്കിൽ ഈ വീട് വർഷങ്ങളായിട്ട് ക്ലീൻ ചെയ്ത് വിടാന്ന് വെക്കുമ്പോൾ അത്രയ്ക്ക് പൊടിയാണ് നമ്മൾ കളയണത്. ശരിക്കും ഡൈസന്റെ വാക്യൂം ക്ലീനർ ഇല്ലെങ്കിൽ ഞാൻ പെട്ടേനെ ഇവിടെ. അപ്പോൾ ഇതും കൂടി നമുക്ക് നോക്കിയിട്ട് നമ്മൾ റിവ്യൂ പറയാം കേട്ടോ. ഷാൻ, എല്ലാവർക്കും ബൈ പറയോ? See you in the next video. Bye.